ക്രൂശിന്മേൽ കാണുന്ന ദാരിത പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പാപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആ ശത്രുത്വം വർദ്ധിച്ച പീഠകൾ കൂടിയ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ചോളം അവന് പിന്നെ പാപത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമില്ല, അധികാരമില്ല. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവമക്കൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് പാപം ഒഴിവാക്കപ്പെടുന്നത്. ദൈവിക കൂട്ടായ്മയിൽ നാം നിലനിൽക്കണം. അതാണ് 5-ാം വാക്യം മുതൽ പറയാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകും. ദൈവത്തിൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പാപമില്ല, പിശാചിൻ്റെ പ്രവൃത്തികളില്ല, ഒട്ടും തന്നെ ഇല്ല. ദൈവം വെളിച്ചമാണ്, ഇരുളല്ല. എന്നിട്ട് പറയാണ് അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത് ആകുന്നു. എന്നിട്ട് പറയാം അവനോട് ഈ കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നംഭോഷ്ക് പറയുന്നു. ദൈവത്തോട് നമുക്ക് വലിയ കൂട്ടായ്മയാണ്, ബന്ധമാണെന്ന് പറയും. പാപത്തിൽ പിശാചിൻ്റെ പ്രവൃത്തിയിൽ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ ഭോഷ്ക് പറയാണ്, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപക്കറകളെ പോക്കി
നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്നും ആ രക്തം നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മളിത് കൊണ്ട് പാപത്തെ ഇനിയും സ്നേഹിക്കാൻ പോകരുത്. ദൈവത്തിൻ്റെ പൈതലായി നമ്മൾ ജീവിക്കും. യേശുവിൻ മകനായി ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനത്തോടുകൂടെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കേണ്ടത് ഒരു ദൈവ പൈതലിൻ്റെ കടമയാണ്. എന്നാ കാര്യം? ദൈവം വെളിച്ചമാകുന്നു, ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല. ദൈവം വെളിച്ചത്തിൽ നടന്നതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ ദൈവമായി കൂട്ടാൻ. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ടാണ് പറഞ്ഞത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്യണം? ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിലനിന്ന് പാപത്തിൽ നിന്ന് ഒഴിവായി ജീവിക്കാൻ, ദൈവ മക്കളായി ജീവിക്കാൻ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു.